അന്നത്തെ ചക്ക വറുത്ത് ഇത് ഇത്ര ഉണ്ട് 3 കിലോ ഉണ്ടാവും. ചക്കുപ്പേരി ഞങ്ങളിതിന് പറയുന്നത് ചക്കുപ്പേരിയാണേ. ചക്കപ്പൊരി, ചക്കുപ്പേരി, ചക്ക വറുത്തത്. വാക്കത്തി എടുത്ത് കൊടുക്കാനാ ഞാൻ പറഞ്ഞേ. ചക്ക വറക്കുന്നു. നല്ല മൂർച്ചയുള്ള കത്തി, അതുകൊണ്ടാണ് ഞാൻ അതിനെ കൊണ്ടുപോയി. മഴക്കാലമായതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോയി ഒരു ചക്ക വറച്ച് വെട്ടി അതിന്റെ ഇത് കണ്ടെന്നതാ. കുടുങ്ങിപ്പോയി, ചെറിയ ഇതുകൊണ്ട് ചെറുകുമ്മിൽ കൊത്തി അങ്ങനെ കസേര വയറ് അടിവയറ് ചെയ്യാൻ പറ്റും. ഉഷാറാർക്കും നോക്കണം. അതതിന് മുത്തു ചേച്ചി ഇറങ്ങണ്ടേ കളത്തില്. മുത്തുപേശി ചെറിയോളല്ലേ ഞങ്ങളെപ്പോലെ വയസ്സായോ. എനക്കൊന്നും കണ്ടത് അതുകൂടി വെട്ടിട്ട്. ഹലോ കൂട്ടുകാരെ, ചക്ക വെട്ടാൻ പറയാൻ മറന്നുപോയി. ഈ വെട്ടുന്നതിന്റെ തിരക്കില് പറയാൻ മറന്നുപോയേ. ഹലോ കൂട്ടുകാരെ, സ്വാഗതം പറയാം. സ്വാഗതം. ഇന്ന് ഞങ്ങള് ചക്ക ഞാൻ താഴേന്ന് വെട്ടി 2 ചക്ക പറിച്ചു കൊണ്ടുവന്നിട്ട് പൊളിച്ചിടാൻ നോക്കുക കേട്ടോ. പൊളിച്ചിട്ട് വറുത്തെടുക്കണം. എപ്പോഴും ചക്കയും കൊണ്ട് ചക്ക സീസണല്ലേ, അപ്പൊ അതുകൊണ്ടാ ചക്ക പറിച്ച് മഴയില്ലാത്തപ്പോ വെട്ടി പൊളിച്ച് പിന്നെ കൂനിക്ക് ഭയങ്കര ഉറപ്പാണേ. നോക്കട്ടെ പിന്നെ ഓളുടെ താഴെയില്ല വയലിന്റെ അടുത്ത്, അത് നല്ല ചക്കയാ. വറക്കാൻ കട്ടില്ലാത്ത ചക്ക തിന്നുമ്പോ നല്ല രുചിയുണ്ടോ? മധുരമുണ്ട്. ചക്ക ചക്ക ഇങ്ങനെ അതിന്റെ പുറം ഇങ്ങനെ ചെത്തിയാലേ പൊളിച്ചെടുക്കാൻ നല്ല എളുപ്പം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെത്തിയെടുത്തത്. പൊന്നു കുടുംബശ്രീ കിട്ടില്ല നമ്മള്. കുടുംബശ്രീ തീറാറായി. ഇത് നന്നാക്കി എടുത്ത് വറക്കണം. പോരുമ്പോൾ കാണാം. കുഴപ്പമില്ല, നല്ല ചക്കയാ വറക്കാൻ. കട്ടി കുറഞ്ഞ ചക്കാണ്. നിങ്ങൾ അവിടുന്ന് കൊണ്ടുവന്ന ചക്കരകൾ നല്ലത്. കുഴപ്പമില്ല. ഒന്നുണ്ടാവില്ല. സമയത്തായി ഇപ്പം 11 വളരെ 11 കഴിഞ്ഞ് പൊളിക്കാനൊക്കെ കുറച്ച് പണിയുണ്ട്. താമസം പിടിച്ചു. ഇത് വൃത്തിയാക്കാനാണ്. ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കണം. പൈസ കയറണ 100 കാര്യം ബാക്കി ഇവർക്ക് പറ്റില്ല. 100 മില്യൺ ആശുപത്രിയിൽ ഇതൊക്കെ ആയതാണ്. എന്നിട്ട് കമൻറ്റ് വന്നോ? നന്നാക്കുമ്പോൾ എടുക്കാം. പെണ്ണെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊളിച്ചിടുന്നു, നന്നാക്കുന്നു, രണ്ടും നടക്കുന്നു.
അതിൻ്റെ കൂടുതൽ ചുണങ്ങനൊക്കെ പിന്നെ ില്ലേ ഞങ്ങളൊക്കെ എപ്പൊ പണ്ട് പണ്ട് പണ്ടൊരു വയൽപ്പണി എടുക്കുമ്പോ കൊതുകേ ഇപ്പഴല്ലേ ഷർട്ടൊക്കെ ഇടാൻ തുടങ്ങിയേ. എന്നിട്ടും കാര്യമില്ല, എങ്ങനെയായാലും ഒന്ന് കടിക്കും. എന്നാലും കൊറേ മെച്ചുണ്ട് ഷർട്ട് ഇടുമ്പോ. ഇല്ല 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 എനിക്കില്ല. ഇപ്പൊ കടിച്ചു കൈക്കൂടെ മൊത്തം സുന്ദരികളെ കൊതുക് കടിക്കല് കുറവാന്ന് വാർത്തയിൽ പറയുന്നത്. നമുക്ക് കെട്ടിച്ചാലോ? ആരെ? പണി ചെയ്തോണ്ട് പലരും പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ ജീവിതം. അയ്യല്ല, ഇതൊക്കെ വാർത്ത വായിച്ചിട്ടുള്ള ജീവിതം. അയാൾക്കൊരു തൊഴിലാതെ പിന്നെ അതൊക്കെ വളരെ തൊഴിൽ. ഓലൊക്കെ അച്ഛനമ്മയും നല്ല സമ്പാദിച്ചു വെക്കും മക്കൾക്ക് വേണ്ടിയിട്ട്. സമയം എത്രയായി പിള്ളേരെ? ഇത് വറുത്ത് കോരുമ്പോഴത്തേനും 2 മണിയായി. രാവിലെ 9 മണിക്ക് വന്നിട്ടുണ്ടായില്ല. തന്നെ ഇപ്പോഴേക്കെല്ലാം ആയി. അപ്പൊ ചക്കയും പച്ച വന്നതുണ്ടല്ലേ ഇങ്ങനെ ആയി. അതും പിടിക്കാൻ ചിഞ്ചിൽ പറഞ്ഞില്ല. നിങ്ങൾ നോക്കി ഞാൻ എടുത്തിട്ട് കയ്യില് മോൾക്ക് തപ്പു ചോക്കുന്നുണ്ടടി. കുറെ ചിഞ്ചിട്ട് ഞാൻ പറ്റുണ്ടല്ലോ. ഞങ്ങളെ ചക്ക വറുത്ത് കോരട്ടെ. ചക്ക എല്ലാം റെഡിയായി. ചക്ക വറുത്ത് കോരി മഞ്ഞൾപ്പൊടി ഉപ്പുമാണ് ഇടുന്നത്. ഉപ്പുള്ള ഒഴിച്ച് ചക്കെല്ലാം വെറുതെ ചീഞ്ഞു പോന്നതല്ലേ. അന്നേരം ഇത് ഇങ്ങനെ വറുത്ത് കോരി വെച്ചാലേ നമുക്ക് കാപ്പി കുടിക്കാനെടുക്കാം വൈകുന്നേരം. എൻ്റെ അട വറുത്ത് കോരിൻ്റെ വെളിച്ചെണ്ണ അല്ല കേട്ടോ, നല്ല സൺഫ്ലവർ. എൻ്റെ അടിച്ചേ ഒന്ന് ഊതടി ചിഞ്ചു. ഇതുപോലുള്ള അടുപ്പായതുണ്ട് ഭയങ്കര പുകയാണ്. കോരി വലിയ കോരിയാണ്. ഇതാണെങ്കിൽ കോരി ഇടാൻ പറ്റും. എന്തെന്ന് കൊണ്ടിടുന്നേ അമ്മ? ശരിയായി ഇവിടെ പോയിട്ട് അതിപ്പോ എത്ര ലിറ്റർ വെളിച്ചെണ്ണയാ? 1.5. ഒരു 100-150 അങ്ങോട്ട് മാറ്റി വെച്ച വെളിച്ചെണ്ണ. കൂടി കാടിക്കൊട്ടുന്നുണ്ട്. അമ്മ ഒരു 500 രൂപ
വെളിച്ചെണ്ണ ഒഴിച്ചോ? ഉപ്പ് ഒഴിച്ചോ? ഇതൊക്കെ വെളുത്തെടുക്കുന്നേ. മഞ്ഞ അപ്പം നല്ല മഞ്ഞ. മഞ്ഞൾ അതാണ് ഇപ്പൊ തന്നെ കവർ എടുക്കും. ഉപ്പിട്ടാ അതിപ്പോ കിട്ടും. അതിൽ തന്നെ കുടി. വാങ്ങ് കടമായി കത്തിട്ട് അമ്മ പറ ഇപ്പൊ അത് നിങ്ങൾ മോരിന്നതിന് മുന്നിൽ കൊണ്ടിട്ട് ഇത് മഞ്ഞൾ വെള്ളം ഇതാക്കരുത്. അടുത്തോട്ട് വാ. അതുകൊണ്ട് അങ്ങനെ അങ്ങനത്തെ കളറ് കളറ് കളിക്കുന്നത് പറ്റില്ല. ഈ ഉളിയിൽ ആരാവുന്നില്ല. പോക കുഴല് കൊണ്ടുവായോ, കുഴല് കൊണ്ടുവായോ. ഇതെടുത്തു എന്താണ് ചക്ക വറുത്ത് കേട്ടോ. ഇത്രയും ചക്ക വറുത്തെടുത്തു. അതിൽ 2 കിലോ ഉണ്ടാവോ? 3 കിലോ ഉണ്ടാവും. അതോ ഒന്നുണ്ടാവും. ഇതെല്ലാം കൂടി 3 ഉണ്ടാവും. എല്ലാം കൂടി 4 കിലോ ഉണ്ടാവും. കഴിഞ്ഞിട്ടില്ല. ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടി വറുത്ത് കോരാനുണ്ട്. ഇത് കൂടാണ്ട് മഴയില്ലാതെ രക്ഷപ്പെട്ടു പുറത്ത്. മഴയില്ലാത്തോണ്ട് ഇതും കൂടി ഒരു പ്രാവശ്യം കൂടി ഇടാനുണ്ട്. അതിന് വറുത്ത് ഇതാ അന്നത്തെ ചക്ക വറുത്ത് കോരിയത്. ഇത്ര ഉണ്ട്, 3 കിലോ ഉണ്ടാവും. ചക്കുപ്പേരി ഞങ്ങളിതിന് പറയുന്നത് ചക്കുപ്പേരിയാണേ. ചക്കപ്പൊരി, ചക്കുപ്പേരി, ചക്ക വറുത്തത്, ചക്ക ചിപ്സ്, പല പല വെറൈറ്റി പേരുകളാണ്. ചക്കുപ്പേരി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അല്പം കുറഞ്ഞേ ഓടി വേണേ കാണിച്ചു കൊടുത്താൽ കുടിക്കടി കാട്ട്. ആ കാത്ത പല്ലും കൊണ്ട് അങ്ങനെ കുമ്പിനാർ നല്ല കവറ്, പാക്ക് ചെയ്ത പോലത്തെ കവറ്. ചക്കമാണല്ലേ ഇവരുടെ എടുക്കുന്ന തിരക്കാട്ടോ. ഞങ്ങളിവിടെ പങ്ക് വെക്കാൻ പോവാണേ. കൊല്ലിപ്പണ 3 കേട്ടെ. കാട്ടു പോലും കാട്ടു പല്ലില്ല കൊണ്ടുപോയി എല്ലാവർക്കും ഓരോ കിലോ എല്ലാവർക്കും ഓരോ കിലോ കേട്ടോ. അനങ്ങനെയാണെങ്കിൽ എല്ലാവരും അയച്ചത് ഞാനാണ്. നമ്പർ
1-ാം നമ്പർ, ഇത് 2-ാം നമ്പർ, 3-ാം നമ്പർ. അതാണ് അങ്ങനെ ഇന്നത്തെ ചിപ്സ് ചക്ക ചിപ്സ് വറുത്ത് കഴിഞ്ഞു. എല്ലാരും പങ്കെടുത്തു. എല്ലാരും ഓരോ കിലോ പങ്കിട്ടെടുത്തു. 4 കിലോ ഉണ്ടാവും. അത് ഞങ്ങൾ 40 ഇതിൽ വരുമ്പോൾ 1/2 കിലോ 40 കൊടുത്തു. പിന്നെ ഇവിടെ ഒരു പൊന്നിനൊരു ഞങ്ങളെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന ഒരു പൊന്നുകുട്ടി ഉണ്ട്. അവൾക്ക് ഒരു 1/2 കിലോ ഞങ്ങൾക്കൊക്കെ ഓരോ കിലോ ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണേ. ടാറ്റ, ബൈ ബൈ, ഓക്കെ.